ഹായ്, നമസ്കാരം കൂട്ടുകാരെ. ഞാൻ രാജേഷാണേ. ഇത് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന അമ്പലം കണ്ടോ? ഇതാണ് എൻ്റെ അമ്പലം. എൻ്റെ അമ്പലം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അമ്പലം എന്ന് പറഞ്ഞാൽ നാട്ടുകാരുടെ അമ്പലം, ഞങ്ങളുടെ ദേശക്കാരുടെ അമ്പലം. നാട്ടകം ശ്രീ പൊൻകുന്നത്തുകാവ് ഭഗവതി ക്ഷേത്രം കണ്ടോ? എന്നെ ആംബിയൻസാണ് നോക്കി. ഞാൻ ഈ ഫോട്ടോഗ്രാഫർ ആയതുകൊണ്ട് പറയാം, ഭയങ്കര ഞാൻ ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ ഞാൻ മാത്രം എൻ്റെ കൂട്ടുകാരൊക്കെ പറയാറുണ്ട്, എൻ്റെ പൊന്നട ഇവിടെ എന്നെ ആംബിയൻസാണെന്ന് തോന്നുന്നു. കപ്പിളൊക്കെ എടുക്കാൻ നല്ല രസമാണ്. ഭയങ്കര ഒരു ഭയങ്കര വൈബാണ് ഇവിടെ കപ്പിളൊക്കെ എടുക്കാനായിട്ട്. പ്രത്യേകിച്ച് ഈ അമ്പലത്തിന് എടുത്തു പറയേണ്ട പ്രത്യേകതയുണ്ട്. ഈ അമ്പലത്തിൻ്റെ മൈതാനം, ഓഡിറ്റോറിയം, ഇത്രയും വലിയ ഓഡിറ്റോറിയം എന്ന് പറയുന്ന അമ്പലത്തിൽ ഞാനിവിടെ അടുത്തും കണ്ടിട്ടില്ല. അതുപോലെ സൗകര്യങ്ങളാണ്. അപ്പോൾ ഈ വീഡിയോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കണ്ടോ, ഈ അമ്പലത്തിൻ്റെ ചുറ്റമ്പലത്തിൻ്റെ പണിയാണ് ഇപ്പോൾ നടക്കുന്നത്. പൂർണ്ണമായിട്ടും കൃഷ്ണശിലയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, കൃഷ്ണശിലയിലെ അകത്തുള്ള ചുറ്റമ്പലത്തിനകത്തുള്ള 8 തൂണുകളും ബലിക്കൽപ്പുരയുടെ 4 തൂണുകളും ഏകദേശം പണി തീർന്നിരിക്കുകയാണ്. ചിലത് പണിതുകൊണ്ടിരിക്കുന്നു, ചിലതെല്ലാം പണിത് തീർന്നുകൊണ്ടിരിക്കുന്നു. കണ്ടോ തൂണുകൾ കണ്ടോ? തൂണുകളൊക്കെ എല്ലാം പണി കൃഷ്ണശിലയിലാന്ന് നോക്കണേ. ഞാനിത് 2 ദിവസം എടുത്ത വീഡിയോ. ചില വീഡിയോകൾ ഒരു മഴയത്ത്, ചെറിയ ചാറ്റമഴയത്ത് കണ്ടോ, ഇതുണ്ടോ മഴ നനഞ്ഞ് കിടക്കുമ്പോൾ ഉള്ള അതിൻ്റെ ഒരു കൃഷ്ണശിലയാണ്. എന്താ ഭംഗിയെന്നറിയോ? അടിപൊളിയായിട്ടാണ്. ബലിക്കൽപ്പുര അതിന് ചുറ്റുമുള്ള ഒരു 4 തൂണുകളുണ്ട്, അതും പണിത് തീർന്ന് കിടക്കുകയാണ്. അങ്ങനെ ആ പണികളൊക്കെ കഴിഞ്ഞു. ചിങ്ങമാസത്തോടു കൂടി ഇതിൻ്റെ ഉത്തരം വെപ്പിൻ്റെ ചടങ്ങുകൾ തീർക്കാനിരിക്കുകയാണ്. അതിനുള്ള പണികളെല്ലാം ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. കണ്ടോ, കൊത്തുപണികളൊക്കെ കണ്ടോ? ഏകദേശം 30% തടിപ്പണികളും പൂർത്തിയായിരിക്കുക. കൂടാതെ ക്ഷേത്രത്തിൻ്റെ ബലിക്കൽപ്പുരയുടെ നവകണ്ഠം, അത് 2 മുഖപ്പ്, വ്യാളികൾ, ചാരുകാലുകൾ എന്നിവയുടെ കൊത്തുപണികളൊക്കെയാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ബാക്കി ഏകദേശം എല്ലാം തീർന്നിരിക്കുകയാണ്. ചിങ്ങമാസത്തോടുകൂടി അതെല്ലാം പിടിപ്പിക്കണം. അങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ നടക്കുന്നു. എന്തായാലും ഈ ചേട്ടന്മാരൊക്കെ നല്ല ആത്മാർത്ഥമായിട്ടുള്ള പണികളാണ് നടക്കുന്നത് കേട്ടോ. തുണികളൊക്കെ നല്ല ഫിനിഷിങ്ങോട് കൂടിയാണ്. ഞാനവിടെ നിന്നപ്പോൾ തന്നെ നമുക്കത് വ്യക്തമായി മനസ്സിലാക്കിയ കാര്യം. നല്ല ആത്മാർത്ഥതയോടുകൂടി ചെയ്യുന്ന കുറേ ചേട്ടന്മാർ. ഞാനിത് വീഡിയോ ഒക്കെ എടുത്തത് കണ്ടുകൊണ്ട് നിൽക്കുന്നത് കണ്ടപ്പം ചേട്ടന്മാർക്ക് മനസ്സിലായിരുന്നു, എനിക്കൊന്നും മനസ്സിലായിരുന്നു. അപ്പോൾ അതങ്ങനെ ശരിക്കും വിശദീകരിച്ചു എനിക്ക് തന്നു. ഇതിങ്ങനെ സെൻറ്ററിൽ ഓപ്പോസിറ്റ് ഇതിങ്ങോട്ട് വരും. ഇത് പക്ഷിമാല ഇങ്ങനെ ജോയിൻ ചെയ്ത് പോകും. സെൻറ്ററിൽ ഇതിങ്ങനെ തിരിച്ചു വരും. ഇതിനെ പക്ഷിങ്ങനെ ജോയിൻ ചെയ്തിട്ടാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പണികളൊക്കെ തീർന്നുകൊണ്ടിരിക്കുന്നു. 2ാം ഘട്ടത്തിലുള്ള അമ്പലത്തിൻ്റെ ഈ വർക്കുകൾ നല്ലവണ്ണം പുരോഗമിക്കുന്നതിന് എല്ലാവിധ സഹായങ്ങളും എല്ലാ ഭക്തജനങ്ങളിൽ നിന്നും ക്ഷേത്രസന്നിധിയിൽ എത്തിച്ച് സഹായിക്കണമെന്ന് പ്രത്യേക ഒരു അപേക്ഷയുണ്ട്. അതുപോലെ തന്നെ ഈ വീഡിയോ എല്ലാ ഭക്തജനങ്ങളിലേക്കും മാക്സിമം ഷെയർ ചെയ്ത് എത്തിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു.